രണ്ട് കമ്പനികൾ അതിന്റെ ലോഗോ ഏകദേശം സിമിലർ ആണ്. പക്ഷെ കസ്റ്റമേഴ്സിനെ ചിലപ്പോൾ അത് കൺഫ്യൂസ് ആക്കാറുണ്ട്. ഇങ്ങനത്തെ രണ്ട് കമ്പനികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 1967 സ്ഥാപിച്ച റാൽഫ് ലോറനും 1981 നിലവിൽ വന്ന US പോളോ അസോസിയേഷന്റെ കീഴിലുള്ള ഫാഷൻ ബ്രാൻഡും. ഇത് രണ്ടും തമ്മിലാണ് ഇന്ന് നമ്മുടെ ഒരു കമ്പാരിസൺ നടത്തുന്നത്. റാൽഫ് ലോറൻ 1967 അതേ പേരിലുള്ള ഒരു വ്യക്തി സ്ഥാപിച്ച ഒരു ലക്ഷറി ഫാഷൻ ബ്രാൻഡാണ്. അതേസമയം US പോളോ അസോസിയേഷന്റെ കീഴിലുള്ള ഒരു ഫാഷൻ ഹൗസ് ആണ്, അവരുടെ ഒരു സബ്സിഡറി എന്ന് വേണമെങ്കിൽ പറയാം, ആണ് US പോളോ അസോസിയേഷൻ. ഇതിലെ ഏറ്റവും ആദ്യം ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, റാൽഫ് ലോറന്റെ ലോഗോയിൽ ഒരു പോളോ കളിക്കുന്ന പ്ലെയറും US പോളോ അസോസിയേഷന്റെ ലോഗോയിൽ രണ്ട് പോളോ പ്ലെയേഴ്സും ആണ് ഉള്ളത്. റാൽഫ് ലോറൻ അതിനെ പൊസിഷൻ ചെയ്തിട്ടുള്ളത് ലക്ഷറി ആയിട്ടും US പോളോ അസോസിയേഷന്റെ പ്രൊഡക്റ്റുകൾ അഫോർഡബിൾ ആയിട്ടുമാണ്. റാൽഫ് ലോറൻ എക്സ്പെൻസീവ് ആണ്, USPന്റേത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇവര് തമ്മിൽ ട്രേഡ് മാർക്കിന്റെ പേരിലുള്ള ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിലെല്ലാം റാൽഫ് ലോറൻ അനുകൂലമായിട്ടാണ് കോടതി വിധിച്ചിട്ടുള്ളത്, ഒന്നൊഴിച്ച് 2014 ഒരു കേസ് ഒഴിച്ച് ബാക്കിയെല്ലാം റാൽഫ് ലോറന് അനുകൂലമായിട്ടാണ് കോടതി വിധി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്താന്ന് വെച്ചാല്, റാൽഫ് ലോറന്റെ ഒരു വാർത്ത വന്നു, അവരുടെ ഷർട്ടിന്മേലുള്ള ചെസ്റ്റിന്മേലുള്ള ലോഗോ അവര് തിരിച്ച് കഫിലേക്ക് കൊണ്ടുവരികയാണ് എന്നുള്ളത്, കയ്യിന്റെ ഈ ഭാഗത്ത്. അപ്പം ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ മനസ്സിലാക്കിയത്, റാൽഫ് ലോറൻ ആദ്യം ലോഞ്ച് ചെയ്തപ്പോ തന്നെ അന്ധകാലം പഴയ കാലത്ത് റാൽഫ് ലോറൻ ഇവിടെയായിരുന്നു, കഫിലായിരുന്നു അവരുടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവര് ചെസ്റ്റിൽ നിന്ന് വീണ്ടും കഫിലേക്ക് അവരുടെ 2026 സ്പ്രിംഗ് സമ്മർ മോഡൽസിൽ കൊണ്ടുവരുന്നുണ്ട്. ചെസ്റ്റിൽ നിന്ന് അത് മാറുമ്പോൾ ഷർട്ടിന് ഒരു ക്ലീൻ ലുക്കും, പിന്നെ അതേപോലെ തന്നെ ആ ഫാഷൻ പൊസിഷനിങ്ങിന്റെ ക്വയറ്റ് ലക്ഷറി എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് അവർ കുറച്ചും കൂടി പ്ലേസ് ചെയ്യാനും പറ്റും. ഒരു നല്ല മൂവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.